2.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലെത്തിയ വിശ്വാസികൾക്ക് ആശീർവാദം നൽകി ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പയുടെ ആശീർവാദത്തിനായി വിശ്വാസികൾ മാസ്കുകൾ ധരിച്ചും സാമൂഹിക അകലം പാലിച്ചുമാണ് എത്തിയത്. കോവിഡ്-19 തുടർന്ന് ആളൊഴിഞ്ഞ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 2.5 മാസത്തിനു ശേഷം ഏറെ ആഹ്ലാദത്തോടെയാണ് വിശ്വാസികൾ എത്തിയത്. പാപ്പയുടെ കരങ്ങൾ വീശിയുള്ള അഭിവാദനത്തിന് കരഘോഷത്തോടെ വിശ്വാസികൾ വരവേൽപ്പ് നൽകി. കോവിഡ് ഭീതിയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ ചൈനയ്ക്കു വേണ്ടി ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥന നടത്തി. 2007 ബെനഡിക്ട് 16 പാപ്പ ചൈനയിലെ വിശ്വാസി സമൂഹത്തിനയച്ച കത്തിലൂടെ മെയ് 24 ചൈനയിലെ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. വാർഷിക ദിനത്തിൽ ചൈനയ്ക്ക് ഐക്യദാർഢ്യവും പ്രാർത്ഥനയും അറിയിക്കുന്നതായി പറഞ്ഞ പാപ്പ രാജ്യത്തെ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു. പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ആഗോള സഭയുടെ സകല പിന്തുണയും പ്രത്യാശയും ഉറപ്പു തരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അടുത്ത 12 മാസത്തേക്ക് പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇരയാകുവാൻ സാധ്യതയുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കണമെന്ന് പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. പ്രതിവാര കൂടിക്കാഴ്ചയുടെ അവസാനം പതിവ് പോലെ പാപ്പ വിശ്വാസി സമൂഹത്തിന് ആശീർവാദം നൽകി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വത്തിക്കാൻ.